ശുഭകാര്യങ്ങളുടെ അവിഘ്ന പരിസമാപ്തിക്കായി ഗണപതിയെയാണ് സകലരും പൂജിക്കുന്നത്. വിദ്യയുടെ അധിഷ്ഠാന ദേവത ആയതുകൊണ്ട് തന്നെ വിദ്യാരംഭത്തിന് മുമ്പ് ഹരിശ്രീ ഗണപതയേ നമഃ എന്നു ചൊല്ലി ഗണപതിയെ നമിക്കുന്നത്. എല്ലാ വൈദിക താന്ത്രിക കർമ്മങ്ങളും ഗണപതി നിവേദ്യത്തോടെയാണ് ആരംഭിക്കുന്നത്. വ്യാസഭാരതം കേട്ടെഴുതിയത് ഗണപതിയാണെന്നാണ് വിശ്വാസവുമുണ്ട്. അഭയവരദ മുദ്രകളോടും പാശം, അങ്കുശം, മോദകം, മഴു, ചക്രം, ഗദ, കരമ്പുവില്ല് തുടങ്ങിയവയിലേതെങ്കിലും ധരിച്ച നിലയിലുമാണ് പൊതുവെ ഗണപതി വിഗ്രഹങ്ങൾ കാണപ്പെടുന്നത്. ഗണപതിയുടെ ഓരോ ഭാവത്തെയും ആരാധിക്കുന്നത് കൊണ്ട് പ്രത്യേക ഫലങ്ങൾ ലഭിക്കുന്നു. ബാലഗണപതിയെ ആരാധിക്കുന്നതിലൂടെ അഭീഷ്ടസിദ്ധിയും, വീരഗണപതിയിലൂടെ ശത്രുനാശവും, ഉച്ഛിഷ്ട ഗണപതിയിലൂടെ വ്യവഹാര വിജയവും ബിസിനസ് വിജയം എന്നിവയും, ശക്തി ഗണപതിയിലൂടെ ഭയമോചനം, വശ്യം, സമൃദ്ധി എന്നിവയും, ലക്ഷ്മി വിനായകനിലൂടെ ഐശ്വര്യം, സമ്പത്ത്, വശ്യം എന്നിവയും ലഭിക്കുന്നു. പെട്ടെന്നുണ്ടാകുന്ന തടസ്സങ്ങൾ മാറാനും ഐശ്വര്യത്തിന് ക്ഷിപ്രഗണപതിയെ ആരാധിക്കുന്നു. വിഘ്ന നിവാരണത്തിന് ബാധാശാന്തിക്കുമായി വിഘ്നഗണപതിയെയും, സർവാഭിഷ്ടസിദ്ധി, വിജയം എന്നിവയ്ക്കായി മഹാഗണപതിയെയുമാണ് ആരാധിക്കേണ്ടത്. സ്ത്രീകൾ സത്സന്താന ലബ്ധിക്കായി ഹരിദ്ര ഗണപതിയെയാണ് ആരാധിക്കേണ്ടത്. ദുഃഖവിമോചനത്തിന് സങ്കടഗണപതിയെയും, ഋണവിമോചനത്തിനായി ഋണമോചന ഗണപതിയെയും ആരാധിക്കുന്നു. ലോകവശ്യത്തിനായി ത്രൈലോക്യ മോഹന ഗണപതിയെയും, ആഗ്രഹ സാഫല്യം, മന്ത്രസിദ്ധി എന്നിവയ്ക്കായി സിദ്ധി ഗണപതിയെയും ആരാധിക്കുന്നു. ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് ഗണപതി ഹോമമാണ്. അപ്പം, അട, മോദകം എന്നിവയാണ് ഗണപതിയുടെ ഇഷ്ട നിവേദ്യങ്ങൾ. പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്നതിന് ഗണപതിയുടെ നടയിൽ തേങ്ങ അടിക്കുന്നത് പതിവുണ്ട്. നാളികേരം ഛിന്ന ഭിന്നമാകുന്നതോടുകൂടി പ്രതിബന്ധങ്ങളും നീങ്ങുമെന്നാണ് വിശ്വാസം. അതേസമയം ചിലർ നാളികേരം ഉടയ്ക്കുന്ന സമയത്ത് അത് പൊട്ടത്തില്ല. അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും എടുത്തിട്ട് അത് ചെയ്യാൻ പാടില്ല കേട്ടോ. ഏത്തമിടലും ഗണപതി നടയിൽ നടത്തുന്ന ഒരു ആരാധനാ രീതിയാണ്. ഗണപതിയെ ആരാധിക്കുന്നതിന് മാത്രമാണ് ഏത്തം ഇടുന്നത്. ചെമ്പരത്തിപ്പൂവ്, കറുകമാല, ചുവന്ന പട്ട് തുടങ്ങിയവ ഗണപതിക്ക് പ്രിയമുള്ളവയാണ്. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷ ചതുർത്ഥി ദിവസമായ വിനായക ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം. അന്ന് ഗണപതി ഹോമം, മറ്റു ഗണപതി പൂജകൾ തുടങ്ങിയവ നടത്തുന്നത് അതിവിശേഷമാണ്. ഇരുപക്ഷങ്ങളിലെയും ചതുർത്ഥി നാളുകൾ ഗണപതിക്ക് പ്രധാനം തന്നെ. ഈ ദിവസം മറ്റ് ശുഭകാര്യങ്ങൾക്ക് വർജ്യമാണ്. അന്ന് ചന്ദ്രനെ കാണുന്നത് അശുഭമാണെന്ന്, കണ്ടാൽ അപവാദം, മാനഹാനി തുടങ്ങിയവ ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. തുലാമാസത്തിലെ തിരുവോണം, മീനത്തിലെ പൂരം, വെള്ളിയാഴ്ച, പ്രത്യേകിച്ച് മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച, വിദ്യാരംഭ ദിനത്തിനും തുടങ്ങിയവയും ഗണപതിക്ക് പ്രിയപ്പെട്ട ദിനങ്ങൾ തന്നെ. ഗ്രഹപ്പിഴകൾ ഏതായാലും വിഘ്ന നിവാരണത്തിനും ഐശ്വര്യത്തിനും ഗണപതി ഭജനം ഉത്തമമാണ്.